സ്ഥാനത്തേക്ക് പോയാൽ അവിടെ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ഇതാ പാർട്ടി വിട്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് NS നുസൂർ. കേരളത്തിൽ വർഗീയത ആളിക്കത്തിച്ചത് കോൺഗ്രസ് ആണെന്നും ഇനിയും വിഴുപ്പുപാഠം ചുമന്ന് നടക്കാനില്ലെന്നുമാണ് നുസൂർ പറയുന്നത്. പാലോട് രവിയെ മാറ്റിയതിന് പിന്നിൽ SDPI സമ്മർദ്ദമാണെന്നാണ് നുസൂറിന്റെ ആരോപണം. രാഖി രാമാനം പാലോട് രവി എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ വെട്ടിമാറ്റി പകരം SDPIയുടെ പിന്തുണ കിട്ടുമെന്നുള്ളതിന്റെ പുറത്ത് എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? ഭാര്യ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഇനി അതെല്ലാം അവസാനിപ്പിച്ച് ഡൈവേഴ്സ് ചെയ്ത് കോൺഗ്രസിന് വേണ്ടി നിൽക്കണമെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഈ കോൺഗ്രസിന്റെ വിഴുപ്പ് പാണ്ഡവം ചുമന്നുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1/4 നൂറ്റാണ്ടിലധികമുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു തന്നെയാണ് ഇന്നിറങ്ങിയത്. അതേസമയം കോൺഗ്രസ് വിട്ട BS അനൂപും അരുൺ രാജും BJPയിൽ ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഇരുവരും അംഗത്വം എടുക്കുകയും ചെയ്തു. റോഷിപാലും ഹരിമോഹനുമാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപാലിത, കോൺഗ്രസിലെ പ്രതിസന്ധികൾ അയയുന്നില്ലേ? ഇപ്പോഴിതാ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് NS നുസൂർ പാർട്ടി വിടുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ശശി തരൂരിന്റെ നോമിനി ആയിരുന്നു നുസൂർ, അല്ലേ? വിനീത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഷാഫി പറമ്പിൽ പ്രവർത്തിക്കുമ്പോൾ സഹഭാരവാഹിയായിരുന്നു NS നുസൂർ. A വിഭാഗമായിരുന്നു, ഷാഫി പറമ്പിലിന്റെ വിഭാഗമായിരുന്നു. സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു. എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് KPCCയിൽ പരിഗണിച്ചിരുന്നില്ല എന്നതാണ്. അതിനപ്പുറത്തേക്ക് നേമത്ത് അവസാന ഘട്ടം വരെ NS നുസൂറിനെ കൂടി പരിഗണിച്ചിരുന്നു. ശശി തരൂരിന്റെ നോമിനിയായിട്ടാണ്. നേരത്തെ ചാണ്ടി ഉമ്മന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന, ഒപ്പം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് സജീവമായി നിരവധി സമരങ്ങളിൽ വലിയ പോലീസ് മർദ്ദനമൊക്കെ ഏറ്റ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് NS നുസൂർ. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്ന NS നുസൂർ രാജിവെക്കുമ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഏറ്റവും പ്രധാനമാകുന്നത്. ഏറ്റവും ഗൗരവമുള്ള ഗുരുതരമായ ആരോപണമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് കോൺഗ്രസ് BJPക്ക് മറിച്ചു എന്ന പ്രധാന ആരോപണം. അതിനപ്പുറത്തേക്ക് വാമനപുരത്തെ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണം. അവിടെ വാമനപുരത്ത് നേരത്തെ പരിഗണിക്കപ്പെട്ട പാലോട് രവി അവസാന ഘട്ടത്തിൽ അവിടെ നിന്നും ഒഴിവാക്കിയത് സംബന്ധിച്ചാണ് SDPയുമായുള്ള ബാന്ധവം ആരോപിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചാണ് NS നുസൂർ പടിയിറങ്ങുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് വിട്ട BS അനൂപായാലും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവർ അവഗണിക്കപ്പെട്ടു എന്ന ആരോപണം ഉന്നയിച്ച് പരാതി ഉന്നയിച്ചാണ് പാർട്ടിയുടെ പടിയിറങ്ങി പോകുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. മാത്രവുമല്ല, അത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമടക്കം ആയുധമാക്കുന്ന ആക്ഷേപങ്ങളാണ് നിലവിൽ NS നുസൂർ ഉയർത്തുന്നത്. വിനീത, ശരി, അതാണ് SDPIയുടെ സമ്മർദ്ദമാണ് പാലോട് രവിയെ മാറ്റാൻ എന്നത് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് NS നുസൂർ ഉയർത്തുന്നത്. ഏതായാലും കോൺഗ്രസ് ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഹരിമോഹൻ കൂടി ചേരുകയാണ്. ഹരി, 2 നേതാക്കൾ കൂടി അനൂപും അരുൺ രാജും കോൺഗ്രസ് വിട്ട് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്.